സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ടിപ്പു സുൽത്താനെക്കുറിച്ചുള്ള വിവാദങ്ങളും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ചരിത്രപരമായ പങ്കും എന്നതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ടിപ്പു സുൽത്താൻ്റെ പേരിൽ വീണ്ടും വിവാദങ്ങൾ ഉയർന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ മലഗോവിൽ പുതിയ ഡെപ്യൂട്ടി മേയർ ഷാൻ എ ഹിന്ദ് നിഹാൽ അഹമ്മദ് തൻ്റെ ഓഫീസിൽ ടിപ്പുവിൻ്റെ ചിത്രം വെച്ചത് ചില രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നു. ചിത്രം നീക്കം ചെയ്യപ്പെട്ടു. പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ചിലർ ടിപ്പുവിനെ മഹാരാഷ്ട്രയിലെ മഹാനായ രാജാവ് ഛത്രപതി ശിവജി മഹാരാജിനോട് താരതമ്യം ചെയ്തപ്പോൾ അതിനെതിരായ ശക്തമായ പ്രതികരണങ്ങളുണ്ടായി. ദേവേന്ദ്ര ഫഡ്നാവിസ് അത് ശിവജിയെ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇതോടെ രാഷ്ട്രീയ സംഘർഷം കൂടുതൽ വലുതായി. എന്തുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ ഇന്നും ഇത്ര വിവാദമായിരിക്കുന്നത്? ചിലർ പറയുന്നത് ടിപ്പു ഹിന്ദുക്കളെ പീഡിപ്പിച്ചു, മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു, ക്രൂരനായ ഭരണാധികാരിയായിരുന്നു എന്നതാണ്. എന്നാൽ ചരിത്രം അത്ര ലളിതമല്ല. ഇപ്പോൾ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരെ ശക്തമായി എതിർത്ത ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശക്തി ഇന്ത്യയിൽ വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. നിസാമിനെയും പേഷ്വകളെയും ചേർത്ത് ബ്രിട്ടീഷിനെ എതിർക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഉയർന്ന പദവികളിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു. പൂർണ്ണയ്യ പ്രധാന ഭരണസ്ഥാനത്ത് പ്രവർത്തിച്ചു. കൃഷ്ണറാവു ട്രഷററായിരുന്നു. ശമയ്യ അയ്യങ്കാർ, നരസിംഹ അയ്യങ്കാർ തുടങ്ങിയവർ ഉയർന്ന സ്ഥാനങ്ങളിലുണ്ടായിരുന്നു. ശൃംഗേരി ശാരദാപീഠത്തിന് നേരെ ആക്രമണം നടന്നപ്പോൾ ടിപ്പു സുൽത്താൻ അതിൽ കടുത്ത പ്രകോപനം പ്രകടിപ്പിച്ചു. അദ്ദേഹം ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ധനസഹായം നൽകി. ജഗദ്ഗുരുവിനോട് ആദരവോടെ കത്തുകൾ എഴുതി. അദ്ദേഹത്തിൻ്റെ കന്നഡ കത്തുകൾ ഇന്നും ശൃംഗേരി മഠത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ചരിത്രകാരിയായ കേറ്റ് ബ്രിറ്റിൽ ബാങ്ക് പറയുന്നത് ടിപ്പുവിൻ്റെ ചില കടുത്ത നടപടികൾ മതപരമായ നയം അല്ല, രാഷ്ട്രീയ ശിക്ഷാരീതി ആയിരുന്നു എന്നാണ്. ബ്രിട്ടീഷുകാരെ പിന്തുണച്ച സമൂഹങ്ങളെ അദ്ദേഹം ശിക്ഷിച്ചു. അത് ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമാക്കിയതല്ല, ചില മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയും നടപടിയെടുത്തു. സൂസൻ ബെയ്ലി പറയുന്നത് മൈസൂറിന് പുറത്തുള്ള ചില സംഘർഷങ്ങളെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വേണം കാണാൻ. മൈസൂറിനുള്ളിൽ പല ഹിന്ദു സ്ഥാപനങ്ങളുമായും ടിപ്പുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ റോക്കറ്റ് സാങ്കേതികവിദ്യയിൽ താല്പര്യം കാണിച്ചിരുന്നു. ഇത് APJ അബ്ദുൽ കലാം തൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകത്തിൽ പ്രശംസാപൂർവ്വം പരാമർശിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതിയിൽ സ്വതന്ത്ര സമര നായകരായി ചിത്രീകരിക്കപ്പെട്ടവരിൽ ടിപ്പുവും ഉൾപ്പെട്ടുന്നു. മികച്ച നാടകൃത്തായ ഗിരീഷ് കർണാട് ഒരിക്കൽ പറഞ്ഞത്, ടിപ്പു ഹിന്ദു ആയിരുന്നുവെങ്കിൽ മഹാരാഷ്ട്രയിൽ ശിവജിക്കുള്ളതുപോലെ തന്നെ ബഹുമാനം ലഭിച്ചേനെ. ഇതെല്ലാം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? രാജാക്കന്മാരെ അവരുടെ മതം കൊണ്ടല്ല വിലയിരുത്തേണ്ടത്, അവർ ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി എന്താണ് ചെയ്തത് എന്നതുകൊണ്ടാണ് വിലയിരുത്തേണ്ടത്. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷിനെതിരെ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ ചിഹ്നമായി ടിപ്പുവിൻ്റെ കുതിച്ചുയരുന്ന കടുവ ചിഹ്നം സ്വീകരിച്ചു. ഇന്ന് ടിപ്പുവിനെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തെ പകുതിയായി മാത്രം പറയുന്നു, സത്യത്തിൻ്റെ മുഴുവൻ ഭാഗം പറയുന്നില്ല. ചരിത്രത്തെ രാഷ്ട്രീയമായുധമാക്കുമ്പോൾ സമൂഹം വിഭജിക്കപ്പെടുന്നു. ടിപ്പു സുൽത്താനെ ഈഴ്ത്തുക ചെയ്യുന്നത് വർഗീയ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. നമുക്ക് വേണ്ടത് വിഭജനമല്ല, ചരിത്രത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കലാണ്. ടിപ്പുവിൻ്റെ പ്രധാന സംഭാവന ബ്രിട്ടീഷുകാരുടെ ഭീഷണി ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് മുൻകൂട്ടി കാണിച്ചു തന്നു എന്നതാണ്. അദ്ദേഹം തൻ്റെ രാജ്യം സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടി. അതിനാൽ ചരിത്രത്തെ മതത്തിൻ്റെ കണ്ണിലൂടെ കാണാതെ സത്യത്തിൻ്റെ കണ്ണിലൂടെ കാണാം. സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന രീതിയിൽ ചരിത്രത്തെ വായിക്കാം.